ഞെട്ടിക്കുന്ന കുറേ വെളിപ്പെടുത്തലുകളുമായി അൻസിബ. എല്ലാവർക്കും നക്ഷത്ര വ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അൻസിബ ഇന്നലെ ന്യൂസ് 80 എന്ന ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. ഒന്നൊന്നര ഇൻ്റർവ്യൂ ആണത്. ഒരിത്തിരി പോലും സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറ്റിയ ഒരു ഇൻ്റർവ്യൂ ആണ്. ഏതാണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ കൂടുതലുണ്ട് ആ ഇൻ്റർവ്യൂ. അതിനകത്ത് അൻസിബ ഇതുവരെ പറയാത്ത കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. താൻ ഇതുവരെ എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് അമ്മയിൽ ആക്ച്വലി സംഭവിച്ചത് എന്നൊക്കെ. അതുപോലെ കുറേ ഞെട്ടിക്കുന്ന കുറേ അഴിമതികൾ നടന്ന കാര്യവും പറയുന്നുണ്ട്. കാറ്ററിങ്ങിലും മെഡിസിനിലും ഈവൻറ്റിലും എല്ലാം സാമ്പത്തിക തിരിമറികളാണ് നടന്നിട്ടുള്ളത് എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് അൻസിബ നടത്തുന്നത്. അതിനൊന്നും മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് എല്ലാവരും രാജിവെച്ച് പുറത്തു പോയത് എന്നും അൻസിബ പറയുന്നു. അതുപോലെ ഈ ഒരു വിഷയം വന്നപ്പോൾ ബിഗ് TV പറഞ്ഞത്, സമൂഹത്തിന് ഒരു ഉപകാരവും തരാത്ത സബ്ജക്റ്റാണ്, സമൂഹത്തിനൊരു പ്രയോജനവുമില്ലാത്ത ഈ വിഷയം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല എന്നാണ് ബിഗ് TV പറഞ്ഞത്. അവർക്കിട്ടും നല്ല വാ അടയ്ക്കുന്ന മറുപടി അൻസിബ കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ കാര്യം അതിജീവിതയുടെയാണ്. ശ്വേതാ മേനോൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് അതിജീവിതയെ തിരിച്ചു കൊണ്ടുവരുമെന്നാണല്ലോ. പക്ഷേ അതിനുശേഷം അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു ഇനിഷ്യേറ്റീവും എടുത്തിട്ടില്ല എന്നാണ് അൻസിബ പറയുന്നത്. അതിന് ശ്വേത പറയുന്ന ന്യായീകരണം അമ്മയിലെ ചില അംഗങ്ങൾക്ക് അതിഷ്ടമല്ല എന്നാണ്. പക്ഷേ അൻസിബ പറയുന്നത് അങ്ങനെ ആരും പറയില്ല എന്നാണ്. വെളിയിൽ നിന്നുള്ള ആരുടെയോ സ്വാധീനമാണ് അതിന് കാരണം. പിന്നെ അവശ കലാകാരന്മാർക്ക് മെഡിസിൻ കൊടുക്കുന്ന സഞ്ജീവിനി എന്നൊരു പദ്ധതി ഉണ്ടല്ലോ, ആ പദ്ധതി കൊണ്ടുവന്നത് അൻസിബയാണ്. പക്ഷേ അതിൽ കുറേ ക്രമക്കേടുകൾ കണ്ടപ്പോൾ അത് ചോദ്യം ചെയ്തപ്പോൾ അൻസിബയെ ആ സ്ഥാനത്ത് നിന്നും മാറ്റി. അതുമാത്രമല്ല, മാറ്റിയ കാര്യം ആരോടും പറയരുത് എന്നും അംഗങ്ങളോട് മിണ്ടരുത് എന്നും പറഞ്ഞു. പിന്നെ ലക്ഷ്മിപ്രിയയുടെ കാര്യം, പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പരാതി കൊടുത്ത് പോരുന്നതിന് ശേഷം രണ്ടാമത് വീണ്ടും സ്റ്റേഷനിൽ ചെന്ന് അതിൻ്റെ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ പരാതിയിൽ അൻസിബ അറിയാത്ത കുറേ കാര്യങ്ങൾ കൂടി എഴുതി ചേർത്തിരിക്കുന്നു. അത് എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് അൻസിബയ്ക്കറിയില്ല. അതവർ മനഃപൂർവ്വം ചെയ്തതാണ്. കാരണം അൻസിബ ആദ്യം ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ വനിതാ SI അതിന് സമ്മതിച്ചിരുന്നില്ല. പിന്നീട് അൻസിബ മാധ്യമപ്രവർത്തകരുമായി ചെന്ന് ഇത് റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചത്. അപ്പോഴാണ് അൻസിബ ഒപ്പിട്ടതിൻ്റെ മുകളിൽ കൂടി വേറെ കുറേ കാര്യങ്ങൾ കൂടി എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് കാണുന്നത്. അതാണ് അൻസിബ അന്ന് പറഞ്ഞത്, ആ സ്റ്റേഷനിൽ ഉള്ളവർ എല്ലാം ലക്ഷ്മിപ്രിയയുടെ കൂടെയാണ് എന്നും തന്നെ കുറേ ഹറാസ് ചെയ്തു എന്നും. പിന്നെ അതുപോലെ അമ്മയിലെ ഒരു പരിപാടിക്ക് സ്റ്റീഫൻ ദേവസിക്ക് 13 ലക്ഷത്തിനടുപ്പിച്ച് കൊടുത്തു എന്ന് ശ്വേതാ മേനോൻ സംഘം പറയുന്നു. പക്ഷേ അതിൽ ക്രമക്കേട് ഉണ്ടെന്നാണ് അൻസിബ പറയുന്നത്. ആദ്യം എല്ലാവർക്കും കണക്കുകൾ പറഞ്ഞുള്ള ഒരു സോഫ്റ്റ് കോപ്പി കൊടുത്തിരുന്നു. അത് ബാബുരാജിനും എല്ലാവർക്കും കിട്ടി. പിന്നീട് അതിൻ്റെ യഥാർത്ഥ പ്രിൻ്റ് നോക്കിയപ്പോൾ കണക്കുകൾ രണ്ടും രണ്ടാണ്. ഇതൊക്കെയാണ് മൊത്തം അഴിമതിയാണ് നടക്കുന്നത് എന്ന് അൻസിബ പറയുന്നത്. ഇതെല്ലാം വെച്ചാണ് എല്ലാത്തിനെയും അൻസിബ പൊളിച്ചടുക്കിയത്. പിന്നെ ബിഗ് TVക്ക് കൊടുത്ത മറുപടി, അതൊരു ഉദാഹരണത്തിലൂടെയാണ് അൻസിബ പറയുന്നത്. അതായത്, അഴകിയ രാവണൻ എന്ന സിനിമയിൽ കല്യാണത്തിന് മുമ്പ് കാമുകനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട നായികയെ മമ്മൂട്ടി സ്വീകരിച്ചപ്പോൾ അന്ന് പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇന്ന് മായാനദി എന്ന സിനിമയിൽ നായിക തന്നെ പറയുന്നുണ്ട്, സെക്സ് ഈസ് നോട്ട് എ പ്രോമിസ്. അത് പക്ഷേ പ്രേക്ഷകർ സ്വീകരിച്ചു. ആ ഒരു പുരോഗമന ചിന്ത വന്നത് സിനിമയിലൂടെയാണ് എന്നാണ് അൻസിബ പറയുന്നത്. അപ്പോൾ അത് സിനിമയിലൂടെ ആളുകളെ അപ്ഗ്രേഡ് ചെയ്തതല്ലേ? സിനിമ ആളുകളെ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് സമൂഹത്തെ ഇത് ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറയുന്നത് എന്നാണ് അൻസിബ ബിഗ് TVക്ക് കൊടുത്ത മറുപടി. പ്രായത്തേക്കാൾ കവിഞ്ഞ പക്വതയുള്ള കുട്ടിയാണ് അൻസിബ. ആ ഒരു ഇൻ്റർവ്യൂവിൽ ഓരോ കാര്യങ്ങളും നല്ല വ്യക്തമായി പറയുന്നത് കേട്ടാൽ
സ്കിപ്പ് ചെയ്യാതെ മൊത്തം ഇരുന്ന് കേൾക്കാൻ നമുക്ക് തോന്നും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും കുറേ കാര്യങ്ങളുണ്ട് അൻസിബ അതിനകത്ത് പറയുന്നത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ ഇൻ്റർവ്യൂ പോയിരുന്ന് കാണണം കേട്ടോ. ഇന്ന് നമുക്ക് ഇത്രയും മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. കൂടുതൽ ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ.